ഹലോ, രാവിലെ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി കട്ട് ചെയ്ത് വെച്ചതാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. കുഞ്ഞിന് ആദ്യമായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കൊടുത്തപ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ കളറും പേരും ഒക്കെ കണ്ടിട്ട് ഇവൻ ഭയങ്കര എക്സൈറ്റഡായി. ഇത് കൊള്ളാമല്ലോ സംഭവം എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മൾ ആദ്യം വാങ്ങിച്ചത് ഈ റെഡ് കളർ തന്നെയായിരുന്നു. അപ്പോൾ കഴിക്കുമ്പോൾ അതിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അതിൽ പിന്നെ എപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടാലും വേണം വേണം എന്ന് പറയും. അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറുമുണ്ട്. ഇപ്പോൾ സീസണാണെന്ന് തോന്നുന്നു, കടകളിലൊക്കെ ഇഷ്ടംപോലെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അച്ഛനും മോനും കൂടെ പുറത്ത് എപ്പോഴോ വൈകുന്നേരം പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാണ്. 2 ഡ്രാഗൺ ഫ്രൂട്ടും അതിൻ്റെ കൂടെ വേറെ സംഭവമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാമേ. കൂടുതൽ പേർക്കൊന്നും ഇഷ്ടമായിരിക്കില്ല. ചിലതിനൊക്കെ ഈ ഒരു വെള്ളം പോലെ വെറുതെ ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത ഡ്രാഗൺ ഫ്രൂട്ടുകളുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ ഇഷ്ടംപോലെ കച്ചവട റോഡ് സൈഡിലൊക്കെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ ഒരു അച്ഛനാണെങ്കിൽ ഈ ഡ്രാഗൺ ഫ്രൂട്ടും അതിൻ്റെ ചെടിയും കൂടെ ഇങ്ങനെ റോഡ് സൈഡിൽ വെച്ചിട്ട് വിൽക്കുന്നത് കണ്ടിട്ട് വാങ്ങിച്ചിട്ട് വന്നതായിരുന്നു ഇവർ കഴിഞ്ഞ ദിവസം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ സംഭവം, അതിൻ്റെ ചെടിയാണ്. ഇത് പുള്ളിയുടെ വീട്ടിൽ നിന്ന് തന്നെ ഉള്ളതാണെന്നാണ് പറഞ്ഞത്. അവിടുന്ന് വാങ്ങിച്ചിട്ട് വന്ന ഇതിനൊരു ചെറിയൊരു മഞ്ഞ നിറമൊക്കെ ഉണ്ട്. ചെടിക്ക് കുഴപ്പമില്ലാതെ വളരുമെന്നാണ് പറഞ്ഞത്. എന്തായാലും നട്ട് നോക്കാം. നമ്മുടെ ഇവിടെയൊക്കെ മിക്കവാറും എല്ലാ വീടുകളിലും നിൽക്കുന്ന കാണാറുണ്ട്. അത്യാവശ്യം നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നട്ട് നോക്കണം, എന്താവുമെന്ന് അറിയില്ല. നേരത്തെയൊക്കെ എനിക്ക് കൂടുതലും ഈ പൂവുണ്ടാകുന്ന ചെടികളൊക്കെ വാങ്ങിച്ച് നടുന്നതൊക്കെയായിരുന്നു ഇഷ്ടം. പക്ഷേ പിന്നെ അപ്പോൾ എൻ്റെ ചേട്ടനാണെങ്കിൽ നേരെ തിരിച്ച് എപ്പോഴും പറയും, അത് വേണ്ട, അതെന്തിനാ പൂക്കൾ നടുന്നത്, അതിനെക്കാട്ടും നല്ലതല്ലേ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാകുന്നത് നടുന്നത്, മനുഷ്യർക്കും തിന്നാം കിളികൾക്കും കഴിക്കാം എന്നൊക്കെ. അപ്പോൾ എന്നിട്ട് പറയും, നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ നട്ട മാവും പ്ലാവും അതിലെ ചക്ക മാങ്ങയൊക്കെ അല്ലേ നമ്മൾ കഴിക്കുന്നത്, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ നടണ്ടേന്ന് എപ്പോഴും എന്നോട് പറയും. അതിൻ്റെ കൂടെ ഇപ്പോൾ കുഞ്ഞ് ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയി. ഓരോന്നൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന ചെടികളൊക്കെ വാങ്ങിച്ച് നടണം എന്ന്. അങ്ങനെയാണ് വാങ്ങിച്ച് നടാൻ തുടങ്ങി. ഇനി ഒരു റെഡ് ലേഡി പപ്പായയുടെ ചെടി ഒരെണ്ണം വാങ്ങിച്ച് നടണം എന്നുണ്ട്. ഇവിടെ സാധാരണ നാട്ടിൽ നമ്മുടെ ഉള്ളതുണ്ട്, പക്ഷേ അതിലൊക്കെ ഈ വവ്വാൽ വന്ന് തിന്നുന്നിട്ട് ഇതിൻ്റെ നഖം ഇങ്ങനെ ആയിട്ട് നമുക്ക് കിട്ടാറില്ല. കൂടുതലും അല്ലാതെ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇനി എപ്പോഴേലും ഒരെണ്ണം കൂടെ, ഒരു റെഡ് ലേഡിയും കൂടെ വാങ്ങിച്ച് നടണം എന്ന് ആഗ്രഹമുണ്ട്.